നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് മലയാളം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിന്റെ കിടിലൻ 3 ടിപ്സുകളാണ്. അതെന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ റെഡ് ലെറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ടിപ്സ് അറിയാവുന്നവരാണെങ്കിൽ അതും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അറിയത്തില്ലാത്തവരും കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിന്റെ ഒരു സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇല്ലാതെ നിങ്ങൾക്ക് ഓഡിയോ മാത്രം എങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ അറിയാൻ മേലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ സെൻഡ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ മാത്രമാണ് ആവശ്യം, വീഡിയോ ആവശ്യമില്ല. അതിനായിട്ട് നിങ്ങളിവിടെ എഡിറ്റ് ബട്ടൺ കാണാം മുകളിൽ ഭാഗത്തായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇമേജുകൾ ഏതെങ്കിലും ആഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അതിനുശേഷം നമുക്ക് താഴെ ഏതെങ്കിലും കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ വീഡിയോയിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹായ്ന്നോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജുകൾ ഉൾപ്പെടുത്തണമെങ്കിലോ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്താം. അതിനുശേഷം നിങ്ങൾ താഴെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ അതും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഓഡിയോ മാത്രം ഇവിടെ ഷെയർ ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ രീതിയിൽ ഓഡിയോ മാത്രം ഇവിടെ ഷെയർ ആകും. ഓക്കെ, അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ടിപ്സ് അല്ല, നിങ്ങളൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് 3D ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസുകളൊക്കെ അടിപൊളിയായിട്ട് 3Dയിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗാലറി, ക്യാമറ, അതുപോലെ തന്നെ മൈ ക്രിയേഷൻസ്, ഷെയർ, മോർ എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് ഫോട്ടോസ് ഡയറക്റ്റ് എടുക്കണമെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഗാലറിയിൽ നിന്നും ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, ഈ ഫോട്ടോ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ടിക്ക് മാർക്കിൽ കൊടുത്ത് ഓക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ എളുപ്പത്തിൽ തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് 3D ഇമേജുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിക്ചർ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക്. ഇതുപോലെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് താഴെ നിന്നും ഇമേജുകൾ ഏതെങ്കിലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇമേജുകൾ വേണമെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിനുശേഷം നിങ്ങളിത് ഓക്കെ കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് അഡ്വർടൈസ്മെൻറ്റുകൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് സോഷ്യൽ മീഡിയയിലോട്ട് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിലോട്ട് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ സാധിക്കും. അതുപോലെ ഫേസ്ബുക്കിലോട്ടൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാട്സപ്പിന് വേണ്ടിയുള്ള ടിപ്സ് തന്നെയാണ്. നമുക്ക് വാട്സപ്പിൽ നിന്നും നമ്മളുടെ പാസ്വേഡോ അല്ലെങ്കിൽ
നമ്മളുടെ അങ്ങനെ പാസ്വേഡോ നമ്മളെ യൂസർ നെയിമോ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ചെറിയ ടിപ്സ് ഉണ്ട്. നമുക്കതിനായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ടൈപ്പ് ചെയ്യുന്ന ആ ഭാഗത്ത് നമുക്കൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേസ്റ്റ് എന്ന് കാണാം, അതുപോലെ തന്നെ ഒരു 3 ഡോട്ടും കാണാം. ഇത് ഏകദേശം നമുക്ക് ഫോണിൻ്റെ വെർഷന് മുകളിലോട്ടൊക്കെ ഉള്ളതിന് മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഫോണിൽ നിന്ന് മാറ്റി ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് നിങ്ങളൊന്ന് പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്കിവിടെ ഓക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തിരിക്കുന്ന നിങ്ങൾ പാസ്വേഡ് കൊടുത്ത ഏതെല്ലാം ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതാണ് ആവശ്യമെന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് യൂസർ നെയിം വേണമെങ്കിൽ യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കാം. അതുപോലെ തന്നെ പാസ്വേഡാണ് വേണ്ടതെങ്കിൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ അറിവുകൾ ഡെയിലി അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.